എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള വിദൂര ഭാവി സംഭവങ്ങളെല്ലാം യേശു കർത്താവ് വിശദീകരിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആസന്ന ഭാവി സംഭവങ്ങൾ വിശദീകരിക്കുന്നതായി നാം കാണുന്നു. യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാർ യഹൂദ മത വിശ്വാസികളായതിനാൽ പെസഹായ്ക്ക് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രയേൽ മക്കളുടെ മോചനത്തെ അനുസ്മരിക്കുന്ന യഹൂദ പെരുന്നാൾ ദിവസമായിരുന്നു പെസഹ. വാതിൽ പടികളിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം വരച്ച വീടുകളെ ദൈവത്തിന്റെ സംഹാരദൂതൻ കടന്നുപോകുമ്പോൾ ആദ്യത്തെ പെസഹ നടന്നു എന്ന് പുറപ്പാട് 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. വരുവാനുള്ള ക്രിസ്തുവിന്റെ മുൻനിഴലും മാതൃകയുമായിരുന്ന പെസഹ ദിനത്തിൽ തന്നെ തന്റെ ജനത്തിനു വേണ്ടി പെസഹ കുഞ്ഞാടെന്ന പോലെ ബലിയർപ്പിക്കപ്പെടുമെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. ക്രിസ്തു തന്റെ ക്രൂശ് മരണം പെസഹ പെരുന്നാളിൽ നിശ്ചയിക്കപ്പെട്ടതായും അത് ദൈവത്തിന്റെ മുൻ നിർണയിച്ച പദ്ധതിയിലൂടെ അനിവാര്യമായിരുന്നു എന്നും ശിഷ്യന്മാരോട് വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിലെ പെസഹ മോചനത്തിന്റെ പ്രതീകമായിരുന്നുവെങ്കിൽ ക്രിസ്തു യഥാർത്ഥ പെസഹ കുഞ്ഞാടായി തന്റെ ജനത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവചിക്കുന്നു. 1 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാണ് എന്ന് പൗലോസ് അപ്പസ്തോലൻ വ്യക്തമാക്കുന്നു. 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യാഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. പെസഹ പെരുന്നാളിന് 2 ദിവസം മുൻപ് മുഖ്യ പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ജനത്തിന്റെ മൂപ്പന്മാർ എന്നിവർ കയ്യാഫാവ് എന്ന മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ ഒത്തുകൂടി യേശുവിനെ തന്ത്രപൂർവ്വം പിടികൂടി കൊല്ലുവാനുള്ള പദ്ധതി ആലോചിച്ചു എന്ന് നാം വായിക്കുന്നു. യഹൂദ നേതാക്കൾ പലപ്പോഴും യേശുവിനെ പിടികൂടി ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും കർത്താവ് അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനാൽ അവർ ഏറ്റവും രഹസ്യമായി ഒത്തുചേർന്ന് കൂടിയാലോചിക്കുകയും തന്ത്രം മെനയുകയും അവനെ പിടികൂടി വധിക്കാൻ ഉപായം ആലോചിക്കുകയും ചെയ്തു. ജനങ്ങളിൽ കലഹമുണ്ടാകുമെന്ന ഭയത്താൽ യഹൂദന്മാർ യേശുവിനെ പെസഹ പെരുന്നാളിൽ കൊല്ലരുതെന്ന് ആലോചിച്ചു എന്നതിൽ നിന്ന് അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നില്ല, ജനങ്ങളെ മാത്രമായിരുന്നു ഭയം എന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ക്രിസ്തു യഥാർത്ഥ പെസഹ കുഞ്ഞാടായി പെരുന്നാളിൽ തന്നെ ബലിയർപ്പിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. യഹൂദന്മാരുടെ ആദ്യ തീരുമാനം മാറ്റപ്പെടുകയും ദൈവഗത പ്രകാരം ക്രിസ്തു പെസഹ നാളിൽ തന്നെ തന്റെ ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നും മനുഷ്യൻ ദൈവത്തിനെതിരായി എത്ര ആലോചിച്ചാലും പ്രവർത്തിച്ചാലും ദൈവത്തിന്റെ നിർണയിച്ച പദ്ധതി മാറ്റാൻ കഴിയുകയില്ല എന്നും ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. അപ്പസ്തോല പ്രവൃത്തി 2:23 വാക്യത്തിൽ യേശുവിന്റെ ക്രൂശ് മരണം ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലുമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം വായിക്കുന്നു. 6-7 വാക്യങ്ങളിൽ യേശു ബെഥന്യായിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്കെ വന്നു. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു എന്ന് നാം വായിക്കുന്നു. ബെഥാന്യ യെരുശലേമിന് സമീപമുള്ള ഒരു ഗ്രാമമായിരുന്നു. ശീമോൻ എന്ന വ്യക്തി മുൻപ് കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ യേശു അവനെ സുഖപ്പെടുത്തി. ആ ശീമോന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ അത്യന്തം വിലയേറിയ സുഗന്ധ തൈലം യേശുവിന്റെ തലയിലൊഴിച്ച ആ സ്ത്രീ ലാസറിന്റെ സഹോദരിയായ മറിയ ആണെന്ന് യോഹന്നാൻ 12:3 വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. വെൺകൽ ഭരണിയിലെ വിലയേറിയ തൈലം സ്വച്ഛ ജഡമാംസി തൈലമാണെന്ന് മർക്കോസിന്റെ സുവിശേഷം 14:3 വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. 8-9 വാക്യങ്ങളിൽ ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവെന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. യോഹന്നാൻ 12:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് യൂദാസ് ഇസ്കര്യാത്താവ് ആയിരുന്നു എന്നും യേശുവിന്റെ അനുയായികളിൽ ചിലരും അവനോടൊപ്പം ഈ ചോദ്യത്തോട് യോജിച്ചു എന്നും മർക്കോസ് 14:5 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ഈ തൈലം 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞവർ ഉള്ളിൽ നീരസപ്പെട്ട് ആ സ്ത്രീയെ ശകാരിച്ചു എന്ന് മനസ്സിലാക്കാം. യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവൾ ചെയ്ത ഈ ഉപകാരത്തെ ഈ പാഴാക്കൽ
അല്ലെങ്കിൽ നഷ്ടം എന്തിനാണെന്ന് ചോദിക്കുന്നത് യേശുവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് സകല സൽപ്രവൃത്തികളെക്കാളും പ്രാധാന്യം അറിയിക്കുന്നു എന്ന ദൈവഗതം മനസ്സിലാക്കാത്തവരാണ് യൂദാസിനെ പോലെ യേശുവിനെ വിശ്വസിക്കാത്ത രക്ഷിക്കപ്പെടാത്തവർ എന്നും അവരിൽ ജഡീകമായ ചിന്തയും കണക്കുകൂട്ടലുകളും മാത്രമേ സ്വാഭാവികമായി ഉള്ളൂ എന്നും സത്യം തെളിയിക്കുന്നു. യോഹന്നാൻ 12:6 കൂടെ ചേർത്ത് വായിച്ചാൽ യൂദാസ് ഇസ്കറിയോത്താവ് ഇങ്ങനെ ചോദിക്കാൻ കാരണം ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് മോഷ്ടിച്ചിരുന്നു എന്നതുകൊണ്ടുമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-12 വരെയുള്ള വാക്യങ്ങളിൽ യേശു അത് അറിഞ്ഞു അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി അവളെ ശകാരിക്കുന്നത്? അവൾ എന്റെ മേൽ നല്ല പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്നും അവനെ ബഹുമാനിക്കാനായി അവൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ യൂദാസ് മുതലായവരുടെ ശകാരത്തിൽ നിന്ന് കർത്താവ് ആ സ്ത്രീയെ പ്രതിരോധിക്കുക മാത്രമല്ല, തനിമയുള്ള ആരാധനയും ഭക്തിയും ദൈവം ഏറ്റുവാങ്ങുന്നതാണ് എന്നും വ്യക്തമാക്കുന്നു. ദരിദ്രന്മാർക്കുള്ള സേവനം ആവശ്യം ചെയ്യേണ്ടതാണെങ്കിലും ദൈവത്തിനുള്ള ആരാധന അതിലധികം പ്രാധാന്യം അറിയിക്കുന്നു എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കാം. ദരിദ്രർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമല്ലോ, എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുകയില്ല എന്ന് കർത്താവ് പറയുന്നതിലൂടെ യേശുവിന്റെ ശാരീരിക സാന്നിധ്യം താൽക്കാലികമായിരുന്നു എന്നും തന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങും മുമ്പ് അവനെ ആദരിക്കുക, ആരാധിക്കുക എന്നത് കൂടുതൽ പ്രാധാന്യമറിയിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. മർക്കോസ് 14:8 അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയുടെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. മരിച്ചവരോടുള്ള ആദരവും പുനരുദ്ധാനത്തിലുള്ള വിശ്വാസവും പ്രകടിപ്പിക്കുവാൻ യഹൂദ മതവിശ്വാസികൾ സുഗന്ധവർഗമുള്ള തൈലം മരിച്ചവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ പുരട്ടുന്നത് പതിവായിരുന്നു എന്ന് ലൂക്കോസ് 23:56 24:1 എന്നീ വാക്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ക്രിസ്തു മരിച്ചപ്പോൾ കർത്താവിന്റെ കല്ലറയിൽ വെച്ച ശരീരം അങ്ങനെ ചെയ്തില്ല എന്നും കർത്താവിനെ അനുഗമിച്ച സ്ത്രീകൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനുള്ള സാധനങ്ങൾ തയ്യാറാക്കി. എന്നാൽ ശബത്ത് വന്നപ്പോൾ അവർ കൽപ്പനപ്രകാരം വിശ്രമിച്ചു. ശബത്ത് കഴിയുന്നതുവരെ അവർ കാത്തിരുന്ന ശേഷം ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം അതിരാവിലെ അവർ ഇങ്ങനെ ചെയ്യുന്നതിനായി സുഗന്ധവർഗവുമായി കല്ലറയിലേക്ക് ചെന്നു. എങ്കിലും അവർ വളരെ വൈകിപ്പോയിരുന്നു, കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, കല്ലറ വിട്ടിരുന്നു എന്ന് മർക്കോസ് 16:1-7 വരെയുള്ള വേദഭാഗങ്ങളിൽ വ്യക്തമാണ്. ആ സ്ത്രീക്ക് ദൈവത്താൽ ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു എന്നും അത് ക്രിസ്തുവിന്റെ മരണം അടുത്തിരിക്കുന്നു എന്നാണ് എന്നും മരണാനന്തരം അവനെ അഭിഷേകം ചെയ്യാൻ കഴിയുകയില്ല എന്നതിനാൽ ഈ പ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് അവളെ നയിച്ചു എന്നും അനുമാനിക്കാം എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 13-ാം വാക്യത്തിൽ ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നു. യേശു കർത്താവ് ആ സ്ത്രീയുടെ സ്നേഹത്തെയും ഉപചാരത്തെയും ദൈവജനം നിത്യമായി ഓർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ സംഭവം നാം വായിക്കുന്ന സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുമെന്ന കർത്താവിന്റെ അറിവ് വ്യക്തമാക്കുന്നു. അങ്ങനെ അനേകം ദൈവഭക്തർ ആ സ്ത്രീ ചെയ്ത നല്ല പ്രവൃത്തി ലോകമെമ്പാടും വായിച്ച് അവളെ ഓർക്കുന്നത് ഓരോ തവണയും നിവൃത്തിയാകുന്നു എന്ന് വ്യക്തമാണ്. സഭ പ്രസംഗി 7:1 നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഒരു നല്ല പേരോടെ ലോക ജീവിതം പൂർത്തിയാക്കുവാൻ തന്റെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം വിലമതിക്കുന്ന ആ സുഗന്ധ തൈലം യേശു കർത്താവിനെ ആരാധിക്കാൻ ഉപയോഗിച്ച സ്ത്രീക്ക് കർത്താവിനാൽ നല്ല സാക്ഷ്യം നൽകി എന്നതുകൊണ്ട് കർത്താവിനെ ആശ്രയിക്കുകയും ബഹുമാനിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നിത്യമായ പ്രശംസയും അംഗീകാരവും ദൈവത്താൽ ലഭിക്കും എന്നത് സൂചിപ്പിക്കുന്നു.